നമസ്കാരം. കണ്ണൂരിൽ പട്ടാളത്തെ ഇറക്കാൻ നേരിട്ടിടപെടാത്തതുകൊണ്ട് ഗവർണർ പി സദാശിവം ഇറങ്ങിപ്പോകണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മാന്യദേഹത്തോട് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ രോഷം. മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരനാവേണ്ട എന്ന് എം.ടി. രമേശ് പറഞ്ഞതിന് പിന്നാലെയാണ് ഡൽഹിയിൽ വെച്ചുള്ള ശോഭാ സുരേന്ദ്രന്റെ ഭള്ളു പറച്ചിൽ എന്നിടത്താണ് അതിന്റെ രാഷ്ട്രീയം. ഞങ്ങളാണ് കേന്ദ്രത്തിൽ, ഞങ്ങളുടെ ഇഷ്ടത്തിനല്ലെങ്കിൽ ഞങ്ങൾ ഇരുത്തിയ കസേരയിൽ നിന്നും ഞങ്ങൾ ഇറക്കിവിടും. അതിനിപ്പോൾ പറയുന്ന വാദമാണ് പി സദാശിവത്തിന് പിണറായി പേടിയെന്ന്. എന്തടിസ്ഥാനത്തിലാണ് ഈ ആരോപണം? ഇനി ആ കസേരയിൽ RSS നിഷ്ഠമുള്ള RSS മുഖമുള്ള ഒരാൾ വരട്ടെ. എന്നാലല്ലേ തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞ വഹിച്ചതുപോലെ ഉത്തരാഖണ്ഡിലും അരുണാചൽ പ്രദേശിലും സർക്കാരിനെ ഗവർണറെ ഉപയോഗിച്ച് താഴെ ഇറക്കിയതുപോലെ ഞങ്ങളുടെ ഇഷ്ടം നടപ്പാക്കാനാവും. കണ്ണൂരിൽ പട്ടാളത്തെ ഇറക്കണമെന്ന BJP ബൗദ്ധിക സെല്ലിന്റെ കത്ത് 7 മാസം മുൻപേ രാജ്നാഥ് സിംഗിന്റെ പക്കലുണ്ട്. പിന്നെ എന്തിനാണ് ഗവർണർ? ഗവർണറെ വച്ചാകുമ്പോൾ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചെന്ന് കുറ്റം പറയാനാവില്ലല്ലോ. കണ്ണൂർ ബലിദാനികളുടെ നാടെന്ന എല്ലാ ദേശീയ പരിപാടികളിലും ആവർത്തിക്കുക. കശ്മീർ പോലെ സംഘർഷഭൂമിയെന്ന നാട് മുഴുവൻ പാടി അറിയിക്കുക. പ്രണബ് മുഖർജി പടിയിറങ്ങുമ്പോൾ പകരമെത്തുന്ന രാഷ്ട്രപതി സംഘപരിവാരത്തിന്റെ സ്വന്തം ആളായാൽ ഇവിടെ രാഷ്ട്രപതി ഭരണവും നടപ്പാക്കാം. ഭരിക്കാനായില്ലെങ്കിൽ എന്താ, ഭരണം തകർക്കാമല്ലോ. അടുത്ത മാസം 2 മുതൽ 4 വരെ കേരളത്തിലെത്തുന്ന അമിത്ഷായുടെ മനക്കോട്ടയും ചെറുതല്ല. 100 യോഗങ്ങൾ, 10 കോടിയുടെ പാർട്ടി ആസ്ഥാനം, 100 കോടി രൂപയുടെ പിരിവ്. അതിനു മുന്നോടിയാണ് കണ്ണൂർ ലാക്കാക്കിയുള്ള കളി. കണ്ണൂരിൽ പട്ടാളത്തെ വിളിക്കാൻ കേന്ദ്രത്തിന് കത്തെഴുതാത്ത ഗവർണർ ഇറങ്ങണമെന്ന് BJP പറയുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. ഗവർണർ അനുസരിക്കേണ്ടത് ഭരണഘടനയെയോ BJP ഭരണത്തെയോ? ഗവർണർ ഇറങ്ങിപ്പോകണമെന്ന BJP നിലപാട് ഭരണഘടനയോടുള്ള വെല്ലുവിളിയല്ലേ എന്ന ചോദ്യമാണ് രണ്ടാമത്തേത്. 3. ഗവർണറെ കണ്ട് നിവേദനം നൽകിയത് കേന്ദ്ര ഇടപെടലിന് വഴി തുറക്കാനും. 4. ബലിദാനികളുടെ നാടായി കണ്ണൂരിനെ വാഴ്ത്തുന്നത് CPM നേതൃത്വത്തെ താറടിക്കാനും. 5. ഗവർണറെ ചട്ടുകമാക്കുമ്പോൾ വെല്ലുവിളി നേരിടുന്നത് ഫെഡറൽ തത്വങ്ങൾക്കോ? 6. രാഷ്ട്രപതി പദത്തിലേക്കും പരിവാർ പ്രതിനിധി വന്നാൽ കേന്ദ്രത്തിന്റെ ആദ്യ ലക്ഷ്യം കേരളമാകുന്നു. BJP നേതാവ് M.T. രമേശ്, CPM നേതാവ് KN ബാലഗോപാൽ, കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്.